ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായോ? ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക്, അതാ ലേറ്റ് ആയത്. സോറി. ഇറ്റ്സ് ഓക്കെ. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ജോബിൻ, VPയുടെ ഫാമിലി ഞങ്ങളും തമ്മിൽ അത്ര നല്ല റിലേഷനല്ലെന്നറിയാലോ. അതിനുള്ള കാരണവും ഞാൻ ജോബിനോട് പറഞ്ഞതാ. അതെ, എനിക്കറിയാം അങ്കിൾ. ജോബിനോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടും സ്നേഹവും ഉണ്ട്. അപ്പുവുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ വല്ലാത്തൊരു ട്രോമയിലായിപ്പോയ മാളുവിനെ വളരെ വേഗം ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ജോബിനാണ്. അതുകൊണ്ട് തന്നെ ജോബിനും മാളുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ എനിക്കോ അശ്വതിക്കോ യാതൊരുവിധ സംശയമോ ഭയമോ ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അങ്കിൾ. നിങ്ങൾക്ക് ആ സ്നേഹവും വിശ്വാസവും എന്നിലുള്ളതുകൊണ്ട് മാളവികയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താ അങ്കിൾ, ഇപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ. പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിലല്ല ജോബിൻ. പിന്നെന്താ പ്രോബ്ലം? അങ്കിള് ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പുവും ആളും തമ്മിലുള്ള സൗഹൃദം എന്തുകൊണ്ടാണ് ഞങ്ങൾ വീട്ടുകാർ ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് ജോബിനറിയായിരിക്കുമല്ലോ. അതിൻ്റെ പേരിൽ രണ്ട് ഫാമിലീസ് തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ജോബിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുന്ന എൻ്റെ ധാരണ. യെസ്, എനിക്കറിയാം. തുറന്നു പറയാലോ ജോബിൻ, ഒരു ടേബിളിന് ഇരുപുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞാനും VPയും തമ്മിൽ ഇപ്പോഴും ഉള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ VP അത് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് പേടിച്ചിട്ടാ ജോബിൻ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിയാൽ അത് അപ്പവും ആളും തമ്മിൽ വീണ്ടും അടുക്കാനുള്ള കാരണമായി മാറുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തു വന്നാലും അതിനൊരു അവസരം ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ജോബിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകരുത്. ഇങ്ങനെ പറയേണ്ടി വരുന്നത് മോശമാണെന്ന് എനിക്കറിയാം ജോബിൻ. പക്ഷേ എല്ലാത്തിലും വലുത് എനിക്കെൻ്റെ മോളാ. അവളുടെ ജീവിതത്തെയും ഭാവിയും പ്രതികൂലമായി ബാധിക്കുന്നതൊന്നും ഇനി ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്തുണ്ടായി അങ്കിൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പവും ആളുമായി വീണ്ടും അടുക്കാൻ ജോബിന് അവസരമുണ്ടാക്കുന്നതായി ഞാൻ അറിഞ്ഞു എന്ന് അങ്കിളിനോട് ആരെങ്കിലും പറഞ്ഞോ? പറയുക മാത്രമല്ല, തെളിവ് സഹിതം അവരതെനിക്ക് അയച്ചിരിക്കുകയും ചെയ്തു. മാളു അപ്പുവുമായുള്ള സൗഹൃദത്തിനെ ക്യാമ്പസിലെ കുട്ടികൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ആ കഥകളൊക്കെ ഏറെക്കുറെ അവസാനിച്ചതുപോലെയാ. അതിനിടെ ജോബിൻ മുൻകൈയെടുത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഓപ്പണാക്കാൻ ശ്രമിച്ച മറ്റുള്ളവർ വീണ്ടും അവരെപ്പറ്റി മോശമായ കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാളുവിനെ ആയിരിക്കും. അതുകൊണ്ട് ജോബിനായിട്ട് ഇനി അതിനൊരു അവസരം ഉണ്ടാക്കരുത്, പ്ലീസ്. ഓക്കെ അങ്കിൾ, ഇപ്പം കാര്യങ്ങളെല്ലാം ഏകദേശം എനിക്ക് വ്യക്തമാണ്. അങ്കിളുടെ ഈ പേടിയും ഉത്കണ്ഠയും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്കിൾ കരുതുന്നത് പോലെ മാളുവിനെയും അപ്പുവിനെയും തമ്മിൽ വീണ്ടും പഴയതുപോലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ഒരു ശ്രമവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാ സത്യം. അങ്കിളിപ്പോൾ എന്നെ കാണിച്ച ഈ വീഡിയോയിൽ നടന്ന മീറ്റിംഗ് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാ. അപൂർവ എന്നോട് ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. മാളവികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല അത്. അതിനെപ്പറ്റി സംസാരിക്കാനായി അപ്പുവിനെ കാണാൻ ചെന്നപ്പോൾ ആ സമയത്ത് മാളവിക എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് പിരിയാൻ തുടങ്ങുമ്പോൾ മാളവിക എൻ്റെ ഒപ്പം ഉള്ള കാര്യം ആ കുട്ടി അറിയുന്നത്. പരസ്പരം കണ്ട സ്ഥിതിക്ക് അവർ തമ്മിലൊന്ന് സംസാരിച്ചു. അതിലെന്താ അങ്കിൾ തെറ്റ്? കണ്ടാൽ മിണ്ടാതിരിക്കത്തക്ക വിധം അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇനി അങ്കിളിൻ്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാൻ പറയാം.